Manera's ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഹെൽത്തിയായ ഒരു ചുരക്കായ് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നിറയെ ഡിഷസ് ഇട്ടിട്ടുണ്ട്, ചുരക്കായ് ഡിഷസ് നമ്മുടെ ചാനലിൽ കാണാത്തവർ കാണുക. എല്ലാം വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നും നമുക്ക് ചുരക്കായ് കൊണ്ട് ഒരു ഹെൽത്തിയായ ഡിഷാണ്. ചുരക്കായുടെ യൂസ് ഞങ്ങൾക്ക് എപ്പോഴും പറയേണ്ടത് ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്കൊക്കെ ചുരക്കായ് കൂടുതൽ യൂസ് ചെയ്യണത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യപ്രദമായുള്ളതാണ് ചുരക്കായ്. പക്ഷേ ഇത് സിമ്പിളായിട്ട് കിട്ടുന്നതുമാണ്, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ആരും കൂടുതൽ ഇത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പീസ് കുറേ നിങ്ങൾക്ക് കാണിക്കണം. അതിൻ്റെ പച്ചടികളും കൂട്ടാനും ചപ്പാത്തിക്കുള്ള കൂട്ടാനും അങ്ങനെ കുറേ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് ചുരക്കായ് കൊണ്ട് ഞാൻ ഇതിൽ ഷുഗറല്ല യൂസ് ചെയ്യണത്. നമുക്ക് ഈ സ്വീറ്റ്നെസ്സിന് ഞാൻ യൂസ് ചെയ്യണ സാധനം നിങ്ങൾ കാണാം. ഇത് വളരെ എളുപ്പത്തിലും ഹെൽത്തിയുമായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചുരക്കായ് എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സൈസാണ്. എപ്പോഴും ചുരക്കായ് എടുക്കുമ്പോൾ ചെറിയ സൈസിൽ എടുക്കുക. അതായത് നല്ല വിളഞ്ഞ് മുത്താതെ പിഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും. എന്നാലും ഇത് കിട്ടിയിട്ടുള്ളൂ. ഇതൊരു 650 ഗ്രാംസ് പോലെ ഒരു 3/4 കിലോ അടുപ്പിച്ചുണ്ട്. നമുക്കിത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് അകത്തുള്ള സീഡൊക്കെ മാറ്റി ഞാൻ കൊണ്ടുവരാം. ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ ചുരക്കായ് ക്ലീൻ ചെയ്ത്, അതായത് സ്കിന്നൊക്കെ മാറ്റി അകത്തുള്ള ഇതൊക്കെ എടുത്ത് നിങ്ങളൊരു സ്പൂൺ വെച്ച് എടുത്താൽ മതിയാകും. കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ക്യാരറ്റൊക്കെ ചെത്തണ ഈ ചെറിയ ആ ഹോളിൽ വെച്ച് ഒന്ന് ഇത് ചെത്തിയെടുക്കാം. ചെത്തി കാണിക്കാൻ കൊണ്ടുവന്ന് ഞാൻ ഇപ്പം നമ്മുടെ ചുരക്കയെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അല്പം വലിയ ആ ഹോളിലാണ് അവസാനം ഗ്രേറ്റ് ചെയ്തത്. പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ചെറുതിൽ പറ്റുമെങ്കിൽ ചെറുതിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം വലിയ ഇതിൽ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ പറ്റുന്നത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ ഇപ്പം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് ഗീ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഗീ ഇടുക. 1 ടേബിൾ സ്പൂൺ ചൂടായ ഗീയിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്കായ് ആഡ് ചെയ്യാം. ഈ ചുരക്കായിൽ കൂടുതൽ വെള്ളം അംശം ഉള്ളതാണ്, നിങ്ങൾക്കറിയും. അപ്പോൾ ഈ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഒന്ന് നല്ല കുക്കായി വരണം. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെള്ളം പോയിട്ട് കുറച്ചുകൂടെ ഗീ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അംശമാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങ് കുക്കാകും. വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചുരുങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചുരക്കായ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിലിട്ട് നോക്കിയാൽ അറിയാം അത് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഇതിലേക്ക് പാലൊഴിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗീ ഒഴിക്കണില്ല. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഗീ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒഴിക്കണില്ല. ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിക്കാം നമുക്ക്. നല്ല പശും പാലാണ് ഞാൻ ഒഴിക്കണത്. നിങ്ങൾക്കിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. 1 ലിറ്റർ ഒഴിക്കാം. നമ്മുടെ 1 ലിറ്റർ പാലും ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തിക്കായിട്ട്. നിങ്ങൾക്കിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പാൽ ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പാൽ ഒഴിച്ചിട്ട് ബാക്കി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാലും മതി. ഞാൻ ഇപ്പോൾ കൂടുതൽ പാൽ ഒഴിച്ചതുകൊണ്ട് ഒരു ശകലം ഒന്ന് തിക്കായിക്കാണ് എടുക്കണത്. അതായത് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകിയിട്ടാണ് ഞാൻ അടുത്ത് ആഡ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ ചെയ്യാം. നിങ്ങൾക്കറിയാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാല് കുറുകണവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ലിറ്റർ പാലും ഒഴിച്ചാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ആകും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ നമ്മുടെ ചുരക്കായ് ഇവിടെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും സൈഡിലുള്ള സ്റ്റവിൽ പാല് ഒന്ന് കുറുകാൻ വയ്ക്കുക. എനിക്കിപ്പോൾ സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ചെയ്യണത്. പാല് കുറുകാൻ വെച്ചിട്ട് ഇതിൻ്റെ പ്രോസസ്സ്, അതായത് ചുരക്കായ് ഇങ്ങനെ കുക്കായി അത് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കുറുകി വെച്ചിരിക്കുന്ന പാലെടുത്ത് ഒഴിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ആകും. എനിക്കിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ എല്ലാം പാത്രം വാഷ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ വെച്ചിങ്ങനെ ഉണ്ടാക്കുന്നത്. സമയമില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് 2 സൈഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ കുറച്ച്, അതായത് ഇതിന് ഒരു തിക്നെസ് കാണത്തില്ല നമുക്ക് ഈ ചുരക്കായുടെ പായസത്തിന്. അപ്പോൾ കുറച്ച് തിക്നെസ് കിട്ടാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചവ്വരി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നായിരുന്നു. വാഷ് ചെയ്ത് വെള്ളത്തിലിടുക. ഞാൻ ഇതുപോലെ 3 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതിപ്പം വലുതായി കുറച്ചുകൂടെ അങ്ങ് സോക്കായിരിക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. സോക്കായിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂടെ ഞാൻ ഇതിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് വേകുമ്പോഴത്തേക്കും നമ്മുടെ പാല് കുറച്ചുകൂടെ അങ്ങ് തിക്കായിക്കോളും. അപ്പോൾ ഇതൊന്ന് വെന്ത് ഒന്ന് മുകളിൽ ഫ്ലോട്ട് ആകട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചവ്വരി നിങ്ങൾ സോക്കാക്കിയിട്ട് ഇട്ടാൽ തന്നെ വെന്ത് കിട്ടും, അല്ലെങ്കിൽ വേഗം ഒരുപാട് സമയമാകും. അത് അല്പം സോക്കായിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ ഞാൻ ഇത് ചെയ്യുന്ന നേരത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഇതിന് മധുരം കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഡേറ്റ്സ് കുറച്ച് പാലിൽ അതും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും ഡേറ്റ്സും ഇതിൻ്റെ ഒരു
ഒരു സീക്രട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം മധുരത്തിന് ഡേറ്റ്സ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് ശർക്കരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡേറ്റ്സിൻ്റെ മധുരം പോരെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. ഞാൻ ഷുഗർ അല്ല യൂസ് ചെയ്യണത്, നമ്മുടെ ഹെൽത്തിയായ പായസം ആയതുകൊണ്ട് ശർക്കരയും ഡേറ്റ്സുമാണ് യൂസ് ചെയ്യണത്. നിങ്ങളിപ്പം ഡേറ്റ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ശർക്കര മാത്രം യൂസ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ശർക്കര വേണ്ട, പഞ്ചസാരയാണ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര യൂസ് ചെയ്താൽ മതിയാകും. എല്ലാം സെയിം ടേസ്റ്റ് തന്നെ, പക്ഷേ ശർക്കര ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഡേറ്റ്സ് ഇവിടെ നല്ല അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്, ഞാൻ ഡേറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല കുറച്ചുകൂടെ തിക്നെസ് കിട്ടും നമുക്ക്. അതുപോലെ ഈ കാഷ്യൂനട്ടും നമ്മുടെ പാലിന് കുറച്ചുകൂടെ കട്ടി കൂട്ടാനും കുറച്ച് സ്വാദ് കൂട്ടാനുമാണ്. അതായത് ചിലർ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യും, ഞാൻ അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാതെ അത് സ്കിപ്പ് ചെയ്യണതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാഷ്യൂനട്ടിന് പകരമായിട്ട് ബദാമും നിങ്ങൾ സോക്ക് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിലും വേണ്ട, നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിളോ അതുപോലെ നിങ്ങൾ ചെയ്യാം. നമ്മുടെ ചവ്വരിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്, ഇതുപോലെ ഇത് തിക്കായിട്ടുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ. ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ അരച്ചു വച്ചിരിക്കുന്ന ആ കാഷ്യൂനട്ടും ഡേറ്റ്സും അതിൻ്റെയൊക്കെ മിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ പേസ്റ്റും ഡേറ്റ്സ് പേസ്റ്റും എല്ലാം അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ശകലം ഉപ്പിടാം. നിങ്ങളിപ്പോൾ നോക്കുക, നിങ്ങൾക്ക് മധുരം പോരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കരയോ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ച് ശർക്കരയാണ് ആഡ് ചെയ്യണത്, നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്, കീർ പോലെ. അതായത് ഞാൻ ഇപ്പോൾ എടുത്ത ചവ്വരി 3 ടേബിൾ സ്പൂൺ എടുത്തതുകൊണ്ടാണ്. നിങ്ങൾ ചവ്വരി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും. ഇപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ട് കീർ പോലെ എടുക്കുന്നതുകൊണ്ടാണ് ചവ്വരി അല്പം കൂടുതൽ ഇട്ടത്. ഇതിലേക്ക് ഞാൻ 1 നുള്ളി ചുക്കുപൊടി ഇടുകയാണ്, കുറച്ച് ഏലക്ക, ഇനി കുറച്ച് റൈസിനും കാഷ്യൂനട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കിടാം. ഇവിടെ ടേസ്റ്റിയായ ചുരക്കായ് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാം, അതായത് നമുക്ക് പൊടികളും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും അടുത്ത് റൈസിനും കാഷ്യൂനട്ടും ഇട്ട് ഞാൻ കുറച്ചേരം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ആ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങും. ഓപ്പൺ ചെയ്ത് നോക്കാം. കാണുന്നുണ്ട് നിങ്ങൾ, ടേസ്റ്റിയായ നമ്മുടെ ചുരക്കായ് പായസം റെഡിയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഈ ചവ്വരി നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചവ്വരി സെപ്പറേറ്റായിട്ട് കുക്ക് ചെയ്ത് ഇതിലിടുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് വരും. ഞാൻ ഇതിലിട്ട് തന്നെ കുക്ക് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടെ തിക്കായിപ്പോൾ അതിൻ്റെ ചവ്വരിയുടെ ഒരു ഇതുമായിട്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഷുഗർ വേണമെങ്കിൽ ഷുഗർ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പായസം ആയതുകൊണ്ടാണ് ഡേറ്റ്സ് എടുത്തിട്ടുള്ളത്. അതുപോലെ കാഷ്യൂനട്ട് പേസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഈ ഹെൽത്തി പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്